ഹലോ ഗൈസ്, കഴിഞ്ഞു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ ഏതൊക്കെ വേണമെന്ന് നോക്കാം. ഫെവിസ്റ്റിക്ക്, എന്താണ് വല്ല പേപ്പറൊക്കെയാണ് എടുക്കണമെങ്കിൽ ഫെവിസ്റ്റിക്ക് എടുത്തോ കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടാണ് കേട്ടോ വേണ്ടത്. ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഒരു പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കാണാം. ഇതാണ് കേട്ടോ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ലോട്ടസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിലൊക്കെ പോയപ്പോൾ എനിക്ക് വാങ്ങാൻ കിട്ടിയ സാധനം കേട്ടോ 4 സ്റ്റിക്കേഴ്സ് ഗായ്സ്. 4 സ്റ്റിക്കേഴ്സാണ് കേട്ടോ. 4 സ്റ്റിക്കേഴ്സ് പല ക്യാരക്ടേഴ്സിന് കിട്ടും. ഞാൻ ഇപ്പോൾ പാൻഡേൻ്റെ ക്യാരക്ടറാണ് എടുത്തത്. പാൻഡേൻ്റെ തന്നെയാണോ നഷ്ടം കേട്ടോ. അതെടുത്ത് പിന്നെ അത് വാങ്ങാൻ കാരണം അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് കിട്ടും? വാഷിംഗ് ടേപ്പും കിട്ടും. വാഷിംഗ് ടേപ്പും സ്റ്റിക്കറും ഒരുമിച്ചാട്ടം കിട്ടണത്. 4 വാഷിംഗ് ടേപ്പും കൂടിയാണ് കിട്ടണത് അതിൽ. അതെ, ഒരു ഫസ്റ്റ് വാഷിംഗ് ടേപ്പ് ഇങ്ങനെയാണ്. സെക്കൻഡ് അടിപൊളി സാധനം കേട്ടോ. തേർഡ് ഒരു ബ്രൗൺ കളറിലാണ്. ലാസ്റ്റ് വണ്ണാണ് നല്ല വണ്ണൊക്കെ നല്ല അടിപൊളി കേട്ടോ. നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബുക്ക് മാർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ വേണ്ട സ്റ്റിക്കി നോട്ട് വേണം. പിന്നെ ഏതെങ്കിലും സ്റ്റിക്കർ എടുക്കണം കേട്ടോ. ഏതെങ്കിലും സ്റ്റിക്കർ. ഞാനിപ്പോൾ റെയിൻബോൻ്റെ സ്റ്റിക്കറാണ് സെലക്ട് ചെയ്യുന്നത്. റെയിൻബോയുള്ള സ്റ്റിക്കർ റെയിൻബോയുള്ള സ്റ്റിക്കർ അത് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വാഷിംഗ് ടേപ്പും കൂടി വേണം കേട്ടോ. ഞാൻ ഈ വാഷിംഗ് ടേപ്പാണ് സെലക്ട് ചെയ്തത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതാണ് ഞാൻ വെറുതെ കളർ വെറുതെ എടുത്ത് വെച്ചതാട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് വേണ്ടത് നമ്മളുടെ ഇതിൽ. സ്റ്റിക്കി നോട്ടും കൂടി. ഓക്കെ, വെറുതെ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് മുമ്പ് ഉണ്ടാക്കിയൊരു ബുക്ക് മാർക്ക്. വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. നല്ല ബാർബിൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് വേണ്ടത് ഒരു സ്റ്റിക്കി നോട്ടാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റിക്കി നോട്ട് സെലക്ട് ചെയ്യാണ്. ആ ഗ്രീനാണ് കേട്ടോ. ഗ്രീൻ സെലക്ട് ചെയ്തു. ആദ്യം മഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രീനിലോട്ട് പോയതപ്പോൾ ഞാൻ ഗ്രീൻ എടുത്തിട്ട് അതിലൊരു പേജ് എടുക്കാം. ഇതിലിങ്ങനെ കോലൻ സ്റ്റിക്കി നോട്ട് മാത്രമുള്ളത്. ഒരു പേജ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടിച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. വാഷിംഗ് ടേപ്പ് എടുത്തു. ഒട്ടിക്കുകയാണ് കേട്ടോ അതിലോട്ട്. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത്ര നീട്ടണമെന്ന് പറയണ്ട. എനിക്ക് വെട്ടാൻ സിമ്പിളായിട്ട് ഞാൻ നീട്ടിയതാണ്. ഓക്കെ, ഒട്ടിച്ച് ഞാൻ വീണ്ടും പറിച്ചു കേട്ടോ മഴയൊക്കെ ഒട്ടിക്കാൻ. പിന്നെ ഒട്ടിക്കാൻ പറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിചാരിക്കാൻ കുറേ നേരം ഒരു വായനൊന്നും നടന്നു. ഞാൻ പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റ് തൊട്ട് ഞാൻ പാട്ട് പെട്ടു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് തോന്നി അയച്ച കളയുണ്ടായിരുന്നു എന്ന് തോന്നി. അത് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുന്നുണ്ടാവും. ഒട്ടിക്കാൻ അത്യാവശ്യം പാടുപെട്ടു.
ഓക്കെ, ലാസ്റ്റ് ഒട്ടിച്ചു കേട്ടോ. അടുത്തതൊരു സ്റ്റിക്കറാണ് വേണ്ടത്. സ്റ്റിക്കർ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയോ എന്ന് ചെറിയ സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റി ഒട്ടിച്ചിട്ടുണ്ട് ആ വാഷിംഗ് ടേപ്പ്. ഈ വീഡിയോയിലില്ല കേട്ടോ. ലാസ്റ്റ് നോക്കിയപ്പോഴാണ് അയ്യോ തിരിഞ്ഞു പോയല്ലോ വിചാരിച്ചത്. ഞാൻ മറിച്ച് പൊട്ടിച്ചിട്ടുണ്ട് വാഷിംഗ് ടേപ്പ്. അത് ഒട്ടിച്ച സ്റ്റിക്കർ പോയി, തിരിഞ്ഞു പോയി നല്ല തിരിഞ്ഞു പോയി. അത് ഒട്ടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, തിരിച്ചൊട്ടിച്ചു. ലാസ്റ്റ് ഇതിന് പിന്നെ ഒരു തുളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ തൊളിയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാനില്ല, അതുകൊണ്ടാണ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സിസർ വെച്ചിട്ടാണ് ഓട്ടിട്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എന്തൂന്നാ വള്ളി കേട്ടോ. ഞാനിപ്പോൾ റെഡ് വള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഓട്ടിടാം. ഓക്കെ, ഇട്ടു. ഓട്ടിടാൻ സിസ്റ്റർ വെച്ചാണെങ്കിൽ ഓട്ടിടാൻ നല്ല സിമ്പിളായിട്ട് ഞാനൊന്ന് കുത്തിയുള്ളൂ. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഓട്ട വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നൂല് വെച്ചെടുക്കണം. ഞാൻ കുഞ്ഞു സൈസിൽ തന്നെയാണ് കേട്ടോ വെച്ചെടുത്തത്. ഈ ഓട്ടയെ കൂടി നൂല് കേട്ടാന്നുള്ളത് അടിപൊളി സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അടിപൊളി പാടാട്ടാ, ഭയങ്കര പാടാണ്. ഇപ്പം വീഡിയോ തന്നെ കാണുന്നുണ്ടാവും നിങ്ങൾ. കുറേ പാട് വെച്ചിട്ടാണ് ഇത് കയറ്റിയിരുന്നത്. ഇടുമ്പോൾ പോകുമ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് വണ്ണുള്ളതായിരുന്നു കേട്ടോ, അതാണ്. പിന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നേരത്തെ കാണിച്ചൊരു ബുക്ക് മാർക്കില്ലേ, അതുപോലെ 2 വള്ളി വേണം കേട്ടോ. അങ്ങനെ വെട്ടെടുത്ത് കുറച്ച് വള്ളിയൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ വർക്കാവണമെന്ന് നോക്കിയാലോ. ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജേർണലിങ്ങിൻ്റെ ഒരു ബുക്കാണ്. നിങ്ങൾ വിചാരിക്കുന്നത് 2 വള്ളി എന്നൊക്കെ. അത് ഞാൻ വേറൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. അത് സ്കൂളിൽ നിന്ന് വെറുതെ കൊണ്ടുപോയപ്പോൾ ഒന്ന് വരച്ചായിരുന്നു. ബോറടിക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ വരയ്ക്കും. വരച്ചപ്പോൾ തോന്നി ഇത് ബുക്ക് മാർക്കാക്കിയാലോ. ഞാൻ ബുക്ക് മാർക്കാക്കി. ഞാൻ പടം വരച്ചിരുന്നൊരു പേജ് എടുത്തിട്ട് അതിലാണ് ഞാൻ എൻ്റെ ബുക്ക് മാർക്ക് വെച്ചത്. ഇപ്പം 3 വള്ളിയായിരുന്നൊക്കെ. പിന്നെ അതിൻ്റെ മുകളിലുള്ള നീലവള്ളി അത് നമ്മൾ ബുക്ക് വാങ്ങിയതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ. നമ്മളുടെ ബുക്ക് മാർക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.